ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ലേണിംഗ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നൊരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ജോമെട്രിക് പാറ്റേൺസൊക്കെ വരയ്ക്കാൻ പറ്റിയ ഒരു ബുക്ക്ലെറ്റ്, ഒരു ഏകദേശം A5 സൈസിലാണ്. അപ്പോൾ നമ്മൾ A4 പേപ്പറിൽ പാറ്റേൺ വരയ്ക്കാനുള്ള സ്ക്വയേഴ്സൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് ഓൾറെഡി ആക്കി വെച്ചിട്ടാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിൻ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള പോലെ മടക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പേജ് വരുന്നത് കേട്ടോ. ഈസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നാണ് നമ്മുടെ പേജിൻ്റെ പേര്. അപ്പോൾ നമ്മളെല്ലാം മടക്കി റെഡിയാക്കി. ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോ മടക്കലും. അത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ മടക്കിൻ്റെ ഗ്യാപ്പിലൂടെ വേറൊരു പേപ്പർ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതെന്തോ എനിക്കൊരു കംഫർട്ടായി തോന്നിയില്ല, അല്ലെങ്കിൽ അത് കുറച്ച് ടാസ്ക്കായി തോന്നി. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ആ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് രണ്ട് സൈഡും നമ്മൾ ഗമ്മ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയുണ്ടെന്ന് കാണാം. നിങ്ങൾ പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒരു ഹാർട്ട് ഇമോജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഇനിയിപ്പോൾ വീഡിയോ റെഡി ആയില്ലാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം, വീഡിയോ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ബുക്ക് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണാം. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ പ്രത്യേകിച്ച് സൈസൊന്നും നമ്മൾ കൊടുത്തില്ല. A4 ഒന്ന് ലെങ്ത്തിൽ സെൻറ്റർ മടക്കി അതിൻ്റെ സെൻറ്റർ മടക്കി അങ്ങനെ അതാണ് നമ്മുടെ ഓരോ മെഷർമെൻറ്റ്. അതായത് നമ്മൾ പ്രത്യേകം സ്കെയിലിൽ അടയാളപ്പെടുത്തിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ പ്രിൻറ്റ് ചെയ്തത് രണ്ടായിട്ട് മുറിക്കുക ചെയ്യുന്നത്. കാരണം നമുക്ക് ഫ്രണ്ട് പേജ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ ബാക്ക് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഡിസൈനൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതെല്ലാം ഫ്രീ ആയിട്ടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ ഓരോ പേജസും നമ്മൾ 1.5 ഇഞ്ചിലാണ് 1.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് ആ ഒരു ഫോൾഡ് ചെയ്ത സാധനം നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഭാഗത്തു നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ 1.5 മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ 1.5 ഇഞ്ച് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ അതിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ഫോൾഡിങ് പേപ്പറും നമ്മൾ സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. 1.5 ഇഞ്ചാണ് അതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഫോൾഡഡ് ഭാഗം നമ്മുടെ A4ൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ഒന്ന് പോരാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു പേപ്പറും കൂടെ അതിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിലൂടെ ഫോൾഡഡ് റീജിയനും ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ വേറൊരു പേപ്പറും കൂടി ഇൻസേർട്ട് ചെയ്തിട്ടാണ് ബുക്ക് നല്ല റെഡിക്ക് നിർത്തുന്നത്. പക്ഷെ അതെനിക്കൊരു കംഫർട്ടായി തോന്നിയില്ല, അല്ലെങ്കിൽ അതെനിക്കൊരു കുറച്ച് ടാസ്ക്കായി തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയാണ് നമ്മൾ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്, ഒരു ഗ്യാപ്പാക്കി കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ കട്ട് ചെയ്യുന്നത് ഇതാണ്. ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തതാണ്. പക്ഷേ അതെനിക്ക് പറഞ്ഞല്ലോ ടാസ്ക്കായി തോന്നി, അപ്പോൾ ഞാൻ അത് ഒഴിവാക്കി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആ ഫോൾഡഡ് പേപ്പറിൽ എങ്ങനെയാണ് പേജസ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സ്ലോ ആക്കിയിട്ടാണെങ്കിൽ സ്ലോ ആക്കിയിട്ട് കാണാം, സ്പീഡാക്കിയിട്ടാണെങ്കിൽ സ്പീഡാക്കിയിട്ട് കാണാം. സ്ലോ ആക്കിയിട്ടൊന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. ഞാൻ ഇൻസേർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ അത് റിമൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുക്ക് ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പേജും അതേപോലെ ബാക്ക് പോർഷനിലും ഇതേപോലെ ഒരു ഉണ്ടാവും, അത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഉള്ളിൽ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം ഉള്ളിലോട്ട് ഇൻസേർട്ട് ആയി നിൽക്കുന്നുണ്ടാവും, അതൊന്ന് കട്ട് ചെയ്ത് രണ്ട് സൈഡിലോട്ടും സ്റ്റിക്ക് ചെയ്തും കൂടെ കൊടുക്കണം. ഏകദേശം നമ്മുടെ ബുക്ക്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.